അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകം പഠിച്ചു കഴിയുമ്പോഴും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. തൃപ്തി ഉണ്ടാകാതിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഒന്നാമത്, ഇംഗ്ലീഷിൽ എക്സഡസ്, മലയാളത്തിൽ പുറപ്പാടെന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം ചിലർ ഇംഗ്ലീഷ് വായിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ ഓഡിയൻസിൽ ചിലരൊക്കെ മലയാളം ബൈബിളല്ല ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ പുറപ്പാടെന്ന് പറയുമ്പോൾ വളരെ ക്ലിയറായിട്ട് എങ്ങോട്ടോ പുറപ്പെട്ടു പോയി എന്നുള്ളൊരർത്ഥം അതിനകത്ത് കിടപ്പുണ്ട്. എന്നാൽ എക്സഡസ് എന്ന് പറയുമ്പം ഒരു പിടിയും പെട്ടെന്ന് ചിലപ്പം കിട്ടിയെന്ന് വരികയില്ല. എക്സഡസ് എന്ന് പറഞ്ഞാൽ ദ വേ ഔട്ട്, ദി ഔട്ട് ഗോയിങ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. എവിടെയോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പുറത്തേക്ക് ചാടി പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു. ദി ഔട്ട് ഗോയിങ്, വേ ഔട്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് എക്സോഡസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. പുറപ്പെട്ട് മലയാളത്തിലെ പദം അത്ര കുഴപ്പമുള്ളതല്ല, കാര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത് നമ്മൾ ഉള്ളിൽ കാണേണ്ട ഒരു കാര്യം, ലോക ചരിത്രത്തിൽ നിന്ന് ജീവചരിത്രത്തിൽ നിന്ന് ദേശീയ ചരിത്രത്തിലേക്ക് വരികയാണ്. ആദ്യം ലോകചരിത്രമായിരുന്നു ദൈവം പറഞ്ഞത്. അതിന് എത്ര അധ്യായം ഉപയോഗിച്ചു? 11 അധ്യായം. പിന്നെ കുറേ ജീവചരിത്രങ്ങൾ പറഞ്ഞു. എത്ര പേരുടെ ജീവചരിത്രം പറഞ്ഞു? 4 പേരുടെ. ഇപ്പോൾ ദൈവം ഒരു നാഷണൽ ഹിസ്റ്ററി പറയാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എ നേഷൻ, ഒരു ദേശത്തിൻ്റെ, ഒരു ജനതയുടെ ചരിത്രമാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലാണ് ആ ജനതയെ ദൈവം എങ്ങനെ വിടുവിച്ചെന്നും അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ അവർ ഉത്ഭവിച്ചു, എന്നാൽ അവർ പുറപ്പെട്ടു പോയതും അവരെത്തേണ്ടിടത്തോട്ട് എത്തിയതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് പറയാൻ പോകുന്നത്. സോ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ നിങ്ങളുടെ നോട്ടിനകത്ത് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് ഫ്രം ഹിസ്റ്ററി ടു ഫാമിലി ഹിസ്റ്ററി ടു നാഷണൽ ഹിസ്റ്ററി. നാഷണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ കോൾഡ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ദേശത്തിൻ്റെ ചരിത്രമാണ് ഇനി നമ്മൾ വായിക്കാനും പഠിക്കാനും പോകുന്നത്. ഈ പുസ്തകത്തിനകത്ത് പ്രതീകാത്മകമായ അർത്ഥങ്ങൾ വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ അതാണ് പുറപ്പാട് പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പാപത്തിൻ്റെ അധീനതയിൽ നിന്ന് മനുഷ്യനെ ദൈവം രക്തത്താലും തൻ്റെ ശക്തിയാലും വിടുവിക്കുന്നതാണ്. അവിടെയും അത് തന്നെയാണ്, രക്തവും ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ശക്തിയും ഉണ്ടായിരുന്നു. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പുറകെ വരാം. അപ്പോൾ ഇവിടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത് യേശുവിൻ്റെ രക്തത്താലും ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താലും. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി. അപ്പോൾ ആ വിടുതലിനെക്കുറിച്ചാണ്, പുറപ്പാടിനെക്കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. സോ ദിസ് ഈസ് എ ബുക്ക് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ വിടുവിക്കുന്നത്, എങ്ങനെയാണ് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് അറിയണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ചരിത്രം പഠിച്ചപ്പോൾ എങ്ങനെയാണ് എഴുത്ത് ഉണ്ടായത്, എങ്ങനെയാണ് മെറ്റലർജി ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതുപോലെ കുറച്ച് ബേസിക് ഫാക്ട്സ് ഈ എക്സഡസ് പുറപ്പാട് പുസ്തകത്തിൽ അറിയാനുള്ളത് ഞാൻ ഇനി പറയുന്നു. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പലരുടെയും ബൈബിളിൽ ചിലപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പേജ് തന്നെ ആയിരിക്കും പുറപ്പാട് പുസ്തകം, ചിലരുടെ ബൈബിളിൽ അടുത്ത പേജിലായിരിക്കും. അപ്പോൾ ഈ ഒരു പേജ് മറിച്ചപ്പോൾ നമുക്ക് ഒന്നും സംഭവിച്ചില്ല. ശവപ്പെട്ടി അവസാനിച്ചത് എവിടെയായിരുന്നു? ശവപ്പെട്ടി. അപ്പോൾ അടുത്ത പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അത് ഇച്ചിരി പുറകോട്ട് പോയെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? കുറച്ച് പുറകോട്ട് പോയി. എന്നിട്ട് നമുക്ക് 6-ാം വാക്യം വായിക്കാം. 7-ാം വാക്യം. ആ തലമുറയൊക്കെയും മരിച്ചു. സോ വാട്ട് ഈസ് എ ടൈം? എത്ര സമയമെടുത്ത് ഈ തലമുറയൊക്കെ മരിക്കാൻ എന്ന് നിശ്ചയിക്കണം. ആ തലമുറയൊക്കെയും മരിച്ചു. ഈ എത്ര പേരാണ് വന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, 70 പേര്. 70 പേര് വന്നു. ആ തലമുറയൊക്കെയും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞെന്നും ഇപ്പോൾ ഇവരെത്ര പേരായിരിക്കുന്നു എന്നും നമ്മൾ ഒന്ന് നിശ്ചയിക്കണം. 12-ാം അധ്യായത്തിൻ്റെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വരണം. പുറപ്പാട് പുസ്തകം 12:37. 12:37.
അപ്പോൾ യാത്ര പുറപ്പെട്ടപ്പോൾ പുരുഷന്മാർ മാത്രം ഇപ്പോൾ എത്ര ഉണ്ട്? 6 ലക്ഷമുണ്ട്. സോ എ ഗ്രോത്ത് ഫ്രം 70 to 6 lakhs. 70-ൽ നിന്ന് എത്രയായിട്ട് വളർന്നു? 6 ലക്ഷമായിട്ട്. 6 ലക്ഷം പോരാ, ഒരു 25 ലക്ഷം വേണം. എന്തുകൊണ്ട്? ഭാര്യമാരും മക്കളും പിള്ളേരും വല്യപ്പന്മാരും വല്യമ്മമാരും അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ ഏതാണ്ട് അതിൻ്റെ ഒരു 1.5 ഒരു വീട്ടിൽ എത്ര മക്കളുണ്ടെന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് 2 എന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും കണക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു 4 പേരുള്ള ഫാമിലിയിൽ നിന്ന് കണക്കാക്കിയാൽ തന്നെ ഏതാണ്ട് ഒരു 25 ലക്ഷത്തിനടുത്ത് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഫ്രം 70 to 20 lakhs, 20 or 25 lakhs എന്ന് കണക്കാക്കാം. അപ്പം ലക്ഷങ്ങൾ അതിലും കവിയുമെന്ന് എത്ര വേണമെങ്കിലും കണക്ക് കൂട്ടിക്കോ, കുഴപ്പമില്ല. യു ക്യാൻ നിങ്ങളുടെ ഇമാജിനേഷനെ വൈൽഡായിട്ട് അങ്ങ് വിട്ടോ, എന്നിട്ട് എത്ര വരെ പോകുമെന്നുള്ളത് കൂട്ടിക്കോ. ഏതാണെങ്കിലും ഒരു വലിയ ലക്ഷങ്ങളായി എന്ന് വിചാരിച്ചാൽ മതി. 70-ൽ നിന്ന് ലക്ഷങ്ങൾ. എത്ര കൊല്ലം എടുത്തു? എത്ര കാലം എടുത്തു ഈ ഒരു ഇത്രയും വർധനം ഉണ്ടാകാനായിട്ട്? എത്ര കാലം എടുത്തു എന്നുള്ളത് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചനകളുള്ളതുകൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഉൽപ്പത്തി 15:13. ദൈവം അബ്രഹാമിനോട് ഇടപെടുകയാണ്. യെസ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടിട്ട് ഏതധ്യായത്തിൽ നിന്നാണ് വായിച്ചത്? ഉൽപ്പത്തി 15. അപ്പം അബ്രഹാം എവിടെ തുടങ്ങിയത്? ഉൽപ്പത്തി 12. 12 കഴിഞ്ഞ് 13 കഴിഞ്ഞ് 14 കഴിഞ്ഞ് 15. അപ്പം അബ്രഹാം തന്നെ അവിടെ ഉണ്ട്. എല്ലാം നമ്മൾ പഠിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അബ്രഹാം ദൈവത്തിനൊരു യാഗമൊക്കെ അർപ്പിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമും ദൈവവും തമ്മിലൊരു ഉടമ്പടി, ഒരു നിയമം ചെയ്തു. ആ നിയമത്തിൻ്റെ ക്ലോസുകളാണ് ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. വായിച്ചോ, വായിക്കാം. ആ അപ്പോൾ അബ്രഹാമിന് സന്തതി പരമ്പരകളൊക്കെ ഉണ്ടായി. ഇവർ മിസ്രൈമിലേക്ക് പോകുന്നതിന് വളരെ കാലം മുമ്പ് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്. ഇപ്പോൾ വന്നേക്കുന്ന സ്വന്തമല്ലാത്ത ദേശമാണല്ലോ, അവരുടെ സ്വന്തം ദേശത്തേക്ക് അവർ പോകാൻ പോകുന്നേ ഉള്ളൂ. സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി താമസിച്ച് അവരെ സേവിക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അപ്പം എത്ര വർഷം പ്രവാസികളായിട്ട് ഇരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്? 400. ഇനി ഇവർ 400 വർഷം ആണോ ഇരുന്നത് എന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച, വായിച്ചേ, ഉറക്കെ വായിച്ചാട്ടെ. പരദേശവാസം 430 സംവത്സരം ആയിരുന്നു. ദൈവം 400 വർഷമെന്ന് പറഞ്ഞു. ഇവരെത്ര കൊല്ലം ഇരുന്നു? 430. ഇതിനെക്കുറിച്ച് ഇനിയും പരാമർശമുണ്ടോ? പുതിയ നിയമം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ാ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം. അപ്പം ന്യായപ്രമാണം കിട്ടാൻ പോകുന്നേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. ആ ന്യായപ്രമാണം ദൈവം അബ്രഹാമിനോട് ഇടപെട്ടതിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്? 430. അപ്പം ദൈവം 400 എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ 430 പോയത് ദൈവത്തിന് തെറ്റുപറ്റിയതാണോ? പിന്നെ എങ്ങനെ ശരിയാക്കുന്നത്? കണക്കെങ്ങനെ ശരിയാക്കും? കണക്ക് കള്ളം പറയുകയില്ലെന്നാണ് എപ്പോഴും പറയുന്നത്, അല്ലെ കള്ളക്കണക്ക് എഴുതണം. അപ്പം അതുകൊണ്ട് ഈ കണക്ക് എങ്ങനെ ശരിയാക്കും? 400-ഉം 430-ഉം 2 സാക്ഷികളുടെ വായാൽ ഏത് കാര്യവും ഉറപ്പാക്കാൻ. 2 വാക്യം 430-ൽ നിൽപ്പുണ്ട്, 1 വാക്യം 400-ൽ നിൽപ്പുണ്ട്. എങ്ങനെ ശരിയാക്കും? അബ്രഹാം, യെസ്,
അബ്രഹാമും എക്സഡസും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ 30 വർഷം. അതായത് അബ്രഹാമിനോട് ദൈവം ഇടപെടുമ്പോൾ അബ്രഹാമിന് എന്തില്ല? മക്കളില്ല. മക്കളുണ്ടാകാൻ തന്നെ എത്ര കൊല്ലം കാത്തിരുന്നു? പ്രാർത്ഥിച്ച് എത്ര കൊല്ലം കാത്തിരുന്നു? 25. അപ്പോൾ തന്നെ 25 കൊല്ലത്തിൻ്റെ പ്രോബ്ലം തീർന്നു. അല്ലെങ്കിൽ അതിൽ 5 കഴിഞ്ഞു പോയതാണെങ്കിൽ ഒരു 20 കൊല്ലം തന്നെ നമ്മൾ സേവ് ചെയ്തു. പിന്നെ ഒരു 10 കൊല്ലം കൂടെ എന്ന് പറയുന്നത് ഈ അന്തരമാണ്. എക്സഡസിലേക്ക് ഇവർ വരുന്നതിനിടയ്ക്കുള്ള ആ കാലഘട്ടമാണ് 30 വർഷമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പരദേശവാസം നടത്തിയ കറക്റ്റ് കാലം എന്ന് പറയുന്നത് 430. അപ്പോൾ ദൈവം പറഞ്ഞതും ഇതും തമ്മിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതിന് ശേഷം ഒരു 10-30 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 400 കൊല്ലം കൂടി അവർ ഈ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കണക്കാക്കുമ്പം സ്വന്തമല്ലാത്ത ദേശത്ത് എത്ര കൊല്ലം താമസിച്ചു? 430 കൊല്ലമാണ് താമസിച്ചത്. അപ്പോൾ ഒരു പേജ് മറിച്ചപ്പോൾ 430 വർഷവും കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 3.5 നൂറ്റാണ്ട് കഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി. 4 നൂറ്റാണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എത്ര നൂറ്റാണ്ട്? 3.5 നൂറ്റാണ്ടെങ്കിലും. ഇറ്റ്സ് എ ലോങ് ടൈം അല്ലേ? 3.5 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഒരു വലിയ കാലമാണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായി, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. 70-ൽ നിന്ന് ലക്ഷങ്ങളായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം ഈ ജനത്തെ ഇനി ഇവിടുന്ന് വിടുവിച്ച് അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനം ഒന്നുകൂടെ വായിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 15-13 ഉൽപ്പത്തി. ദൈവം അബ്രഹാമിനോട് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പിന്നെ ഞാൻ വിധിക്കും. ആണോ? ഇതൊക്കെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ജാതിയെ വിധിക്കും, പിന്നെ അവർ വളരെ സമ്പത്തോടുകൂടെ അവിടെ നിന്ന് പുറപ്പെട്ട് പോരും. അവർ പുറപ്പെട്ട് പോന്നപ്പോൾ മിസ്രയീം വരെ കൊള്ളയടിച്ചുകൊണ്ടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ദൈവം നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അബ്രഹാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കാം. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ. തൻ്റെ സ്നേഹിതന്മാരോട് പറയാതെ ദൈവം ഒന്നും ചെയ്യാറില്ല. നമ്മളത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളുടെ നിവൃത്തിയിലേക്ക് വരികയാണ്. അങ്ങനെ നിവൃത്തിയിലേക്ക് വന്നപ്പോൾ ദൈവം എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് ഈ പുസ്തകം പുറപ്പെടുവിച്ചു. പുറപ്പാടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആണെന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിലെ വിഷയം. ഓക്കെ, നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. എല്ലാവരും പുസ്തകത്തിലേക്ക് വരാൻ പാകത്തിൽ മനസ്സിനെയൊക്കെ റെഡിയാക്കിയോ? ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് വരാൻ പോകുന്നു? പുറപ്പാട് പുസ്തകത്തിലേക്ക്. ഇതുവരെ സ്റ്റേജ് സെറ്റ് ചെയ്തേ ഉള്ളൂ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാനായിട്ട്. നൗ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദി ബുക്ക്. പുസ്തകത്തിലേക്ക് കയറാൻ പോവുകയാണ്. പുസ്തകത്തിലേക്ക് കയറുമ്പോൾ നമുക്കൊരാശ്വാസമുണ്ട്. പഴയ പുസ്തകത്തിന് 50 അധ്യായം ഉണ്ടായിരുന്നു, ഇതിന് 40 അധ്യായമേ ഉള്ളൂ അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിന് എത്ര അധ്യായം ഉണ്ടായിരുന്നു? 50 അധ്യായം ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് 10 അധ്യായത്തിൻ്റെ കുറവുണ്ട്. ഇവിടെ അത്രയും കുറച്ച് വായിച്ചാൽ മതി, 40 അധ്യായമേ ഉള്ളൂ. അപ്പോൾ ഈ 40 അധ്യായങ്ങളിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനാണ് നോട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആ നോട്ടിനകത്ത് 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചാർട്ട് ഔട്ട് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നോട്ട് നോക്കിയാൽ മനസ്സിലാകാത്തവരോ, അത് ഇംഗ്ലീഷിലാണ് നോട്ട്, അതുകൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലാകാത്തവരോ അല്ലെങ്കിൽ നോട്ട് ഇപ്പോൾ കയ്യിലില്ലാത്തവരോ ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. കേട്ടാൽ നിങ്ങൾക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റും. ഈ പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചത്, പുറപ്പാട്. അത് 18 അധ്യായങ്ങൾ ഉപയോഗിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 1 മുതൽ 18 വരെയുള്ള അധ്യായത്തിൽ പുറപ്പാട്, എക്സഡസ്, എങ്ങനെയാണ് ദൈവം ഈ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്നാണ് 18 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, ഞാൻ പറഞ്ഞത് പുറപ്പെട്ടല്ലോ അല്ലേ? പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ പുറപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോണത്? എങ്ങോട്ടാണ് പോകുന്നത്? കനാൻ നാട്ടിലേക്ക്. ശരി, മാർച്ച് ടു കനാൻ എന്നാണോ ദൈവം പറഞ്ഞത്? പിന്നെന്ത് പറഞ്ഞു? പിന്നെ അതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ 18 കഴിയുമ്പോൾ ഒന്ന് നിൽക്കണം. എന്താ കാര്യം? ദൈവം പറഞ്ഞു സ്റ്റോപ്പ്, പോകാൻ വരട്ടെ, വണ്ടി അത്ര സ്പീഡിൽ ഓടിക്കല്ലേ, ഒന്ന് നിർത്തിക്കുക എന്ന് പറഞ്ഞു. എന്തിനാ ഇവരെ പുറപ്പെടുവിച്ചത്? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് ആരാധന ഉണ്ടെന്ന് ഒരാൾ പറയുന്നു. ആരാധന ഉള്ളിടത്ത് ആത്മാവും കൂടെ ഉണ്ടെങ്കിൽ
സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയല്ലേ നമ്മളെല്ലാം പഠിച്ചേക്കുന്നത്? ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നിയ പോലെ ഞാൻ ആരാധിക്കും. പാസ്റ്ററെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സഭ പൊളിക്കും. അങ്ങനല്ല ആരാധന. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ജനത്തെ വിട്ടയച്ചു. പക്ഷെ എങ്ങനെ ആരാധിക്കേണ്ടത്, എവിടെ ആരാധിക്കേണ്ടത്, ഇതുവരെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞത്. സ്റ്റോപ്പ്, ഐ വിൽ ഗിവ് യു റൂൾസ് റെഗുലേഷൻസ് റിഗാർഡിങ് ആരാധന എങ്ങനെ വേണമെന്നുള്ളതിന് ആരാധനയ്ക്ക് ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. നമ്മളാണ് ഈ ചട്ടമെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞത്. അതുകൊണ്ട് ആരാധനയ്ക്ക് എന്തുണ്ട്? ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ തൽക്കാലം അവിടെ ക്യാമ്പ് അടിച്ചിട്ട് നിങ്ങളുടെ നേതാവ് മലയുടെ മുകളിലേക്ക് വരിക, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അവനോട് സംസാരിക്കാം. ഞാൻ ആലങ്കാരികമായിട്ട് പറയുക, ഉച്ചയ്ക്ക് ഞാൻ നിങ്ങളുടെ വിശപ്പൊക്കെ ഉള്ള സമയത്തൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നേതാവ് മുകളിലേക്ക് വരട്ടെ, എനിക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. മുകളിൽ ചെന്നപ്പം കയ്യിലൊരു സാധനം വെച്ച് കൊടുത്തു. എന്താണത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കൽപ്പലകകൾ. അതിൽ ദൈവം തൻ്റെ കൈകൊണ്ട് തന്നെ, നമ്മൾ നേരത്തെ വചനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന ഈ ജനത്തെക്കുറിച്ച്, ഇവരെന്തിനാ ഉണ്ടാക്കിയതെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ടു ഹോൾഡ് ദ വേർഡ്. വചനം കൈ ആളുന്നതിന് വേണ്ടിയാണ്, സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വചനം കയ്യിലേക്ക് വെച്ച് കൊടുത്തു. നിങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് താഴേക്ക് പറഞ്ഞ് 10 അല്ല, ഒരു 600 കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ സോഷ്യൽ ലിവിങ്ങിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും ഒക്കെ ഉള്ളത് എഴുതി കൈ കൊടുത്ത് സംശയങ്ങളൊക്കെ നിവാരണം നടത്തി മോശയെ താഴേക്ക് വിട്ടു. അപ്പോൾ ഈ നിയമം കൊടുക്കുന്ന കാര്യമാണ് 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. അതുകൊണ്ട് അവിടെ ലോ എന്ന് എഴുതിയിട്ടുണ്ട്, ന്യായപ്രമാണം. 19 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം ന്യായപ്രമാണം. എന്താണ് ന്യായപ്രമാണം, എങ്ങനെയാണ് ന്യായപ്രമാണം കൊടുത്തത്, എന്താണ് ന്യായപ്രമാണം എന്നുള്ള കാര്യമാണ് 19 മുതൽ 24 വരെയുള്ള അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇനി 25 മുതൽ 40 വരെയുള്ള 15 അധ്യായങ്ങളിൽ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ന്യായപ്രമാണം വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആരെങ്കിലും പാപം ചെയ്താൽ ഞാനൊരു എക്സാമ്പിൾ പറയുക, ആരെങ്കിലും പാപം ചെയ്താൽ പാപപരിഹാരമായിട്ട് ഒരു പാപയാഗം അർപ്പിക്കണം. ഇതാരർപ്പിക്കണം, എവിടെ അർപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സമാഗമന കൂടാരം. നിങ്ങൾക്ക് എന്നെ കാണാനും എനിക്ക് നിങ്ങളെ കാണാനും, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എന്നോട് പറയാനും പരിഹാരം തരാനുമായിട്ടൊക്കെ ഞാനൊരു സ്ഥലം നിശ്ചയിക്കുകയാണ്, അല്ലേ? നമുക്കിപ്പം ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കണമെങ്കിൽ എവിടെ പോകണം? എറണാകുളത്ത് പോകണം, കൊച്ചിയിൽ പോകണ്ടേ? ആരും കൊടുക്കാത്ത കാരണം, അല്ല പോലീസിനെ കാണണമെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം, എവിടെ പോകണം? പോലീസ്. എന്ന് ദൈവത്തെ കാണണമെങ്കിൽ ദൈവം എവിടെ ഉള്ള അവിടെ ചെല്ലണം. ഇവിടുത്തെ കാര്യമല്ല ഇപ്പോൾ പറയണത്. അപ്പോൾ അവിടുത്തെ ആണെങ്കിൽ ദൈവം പറഞ്ഞു, അങ്ങനെ ആളുകൾക്ക് വരാനൊരു പ്ലേസ് വേണം, അതിന് ചില രീതികളൊക്കെ വേണം. സോ ഐ വിൽ ഗിവ് യു എ പ്ലാൻ ഓഫ് കൺസ്ട്രക്റ്റിംഗ് എ ടാബർനാക്കിൾ. ഒരു കൂടാരം ചമയ്ക്കുക, എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ കണ്ണും കാതും ഒക്കെ വെച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. എനിക്കവിടെ ഇരിക്കാനൊക്കെയല്ല, കാരണം ഞാൻ സ്വർഗത്തിലും കൂടാരത്തിലും ഒന്നും ഒതുങ്ങുന്ന ദൈവമല്ല. ബട്ട് ഐ വിൽ പ്രൊവൈഡ് എ പ്ലേസ് വെർ യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ അർത്ഥം മീറ്റിംഗ് പ്ലേസ്. ആഗമിക്കുകയാണ്, ദൈവം ആഗമിക്കും, നിങ്ങൾക്കും ആഗമിക്കാം. ആൻഡ് യു ക്യാൻ മീറ്റിംഗ് പ്ലേസ് ആണ്. അവിടെ ദൈവത്തെ മീറ്റ് ചെയ്ത് ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ ഇടപെടാനുള്ളൊരു സ്ഥലം. സോ അതിനെക്കുറിച്ചാണ് 25 മുതൽ 40 വരെ. ഓക്കെ, അപ്പോൾ 3 ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. ഇനി അടുത്ത ആഴ്ച ഞാൻ ഉൽപ്പത്തിയിലെ താളത്തിൽ സൃഷ്ടി എന്നൊന്നും പറയിപ്പിക്കുകയല്ല, ഇത് പറയിപ്പിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചോണം. പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം. പുറപ്പാട് പുസ്തകത്തിലെ വിഷയം എന്താണ്? പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം. എന്താണ് വിഷയം? പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം. പുറപ്പാട് എവിടം മുതൽ എവിടം വരെ? 1 മുതൽ 18 വരെ. ന്യായപ്രമാണം എവിടം മുതൽ എവിടം വരെ? 19 മുതൽ 24 വരെ. സമാഗമന കൂടാരം 25 മുതൽ 40 വരെ. വെരി ഗുഡ്, പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് ശരി തറവാകും. പുറപ്പാട് പുസ്തകത്തിൽ 3 വിഷയങ്ങളാണ് പരിഗണിച്ചിരിക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ്? പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം. അധ്യായങ്ങൾ പറഞ്ഞാൽ 1 മുതൽ 18 വരെ പുറപ്പാട്, 19 മുതൽ 24 വരെ ന്യായപ്രമാണം, 25 മുതൽ 40 വരെ സമാഗമന കൂടാരം.
പുറപ്പാട് പുസ്തകം 19 മുതൽ 24 വരെ എന്താ പറഞ്ഞേക്കുന്നത്? ന്യായപ്രമാണം, ഉറപ്പ്. 1 മുതൽ 18 വരെ പുറപ്പാട്, 25 മുതൽ 40 വരെ, 1 മുതൽ 18 വരെ LKG ആയിപ്പോയെന്ന് നിങ്ങൾ പറയും. എന്നാലും അങ്ങനെ ഇത് പഠിക്കുള്ളൂ. ഇതിങ്ങനെ കാണാതൊക്കെ പഠിച്ചാൽ നമ്മുടെ മനസ്സിലാ കാര്യം ഇരുന്നോളും കേട്ടോ. 1 മുതൽ 18 വരെ പുറപ്പാട്, 19 മുതൽ 24 വരെ ന്യായപ്രമാണം, 25 മുതൽ 40 വരെ. ഓക്കെ. പക്ഷേ ഇതിനകത്ത് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ട്. അതാണ് ഞാൻ കുറച്ച് സ്ലോ ആയിക്കോളാം എന്ന് പറഞ്ഞത് ഈ പുസ്തകത്തിൽ വരുമ്പം. ഓക്കെ. നമ്മൾ ദൈവത്തിൻ്റെ ഡീലിംഗ് ആണ് ഈ പുസ്തകത്തിലും ഈ സംഭവങ്ങളിലും എല്ലാം കാണുന്നത്. ഗോഡ് ഈസ് ഗോയിങ് ടു ഡീൽ വിത്ത് ഹിസ് പീപ്പിൾ, അല്ലേ? അപ്പോൾ ഈ പുറപ്പെടുവിക്കുമ്പോൾ വാട്ട് വി സീ ഈസ്, നിങ്ങളുടെ നോട്ടിലേക്ക് നോക്കിയാലുണ്ട്, ദ പവർ ഓഫ് ഗോഡ്. ദൈവം അവരെ പുറപ്പെടുവിച്ചപ്പോൾ എങ്ങനെയാണ് അവരെ പുറപ്പെടുവിച്ചത്? 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവ മോശയോട് ശക്തിയുള്ള കൈ കണ്ടിട്ട് അവനെ അപ്പോൾ ഈ എന്തിനാണ് കുറേ ബാധകളും കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവർക്ക് അയച്ചതെന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ വളരെ ക്ലിയറായിട്ട് പറയുകയാണ്, ശക്തിയുള്ള കൈ കൊണ്ട് ഞാൻ പുറപ്പെടുവിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ പുറപ്പാടിൽ ഒന്നാമത് കാണേണ്ട കാര്യം എന്താണ് കാണേണ്ടത്? ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം. അവൻ മിസ്രൈമിലെ സകല ദേവന്മാരുടെ മേലും ന്യായവിധി പ്രഖ്യാപിച്ചു എന്നെഴുതിയിട്ടുണ്ട്. ഹി ജഡ്ജ്ഡ് ഓൾ ദ ഗോഡ്സ് ഇൻവെർട്ടർ കൊമൈൽ സോ കോൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നവീന മൂർത്തികൾ. അവിടെ ഉണ്ടായ കാളദൈവത്തെയും വേറെ എന്തെങ്കിലുമൊക്കെ ബാൽ വിഗ്രഹങ്ങളോ ഏതൊക്കെ മൂർത്തികളുണ്ടായിരുന്നോ ആ മൂർത്തികളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട്, കാരണം അവിടെ മന്ത്രവാദികൾ ചെയ്ത കാര്യമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അവർക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റി, കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും നടന്നില്ല. വിച്ച് മീൻസ് ദൈവത്തിൻ്റെ ശക്തി അവർ കണ്ടു. ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദ പവർ ഓഫ് ഗോഡ്, ദൈവശക്തി അവിടെ. ഇപ്പം പൗലോസിൻ്റെ പ്രസംഗം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ രക്ഷയ്ക്ക് മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ ഒരു പാപി പരിശുദ്ധനാകുകയുള്ളൂ. ഒരു പാപി പാപത്തിൽ നിന്ന് പുറപ്പെട്ട്, അന്ധകാരത്തിൽ നിന്ന് പുറപ്പെട്ട് അത്ഭുത വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ദ പവർ ഓഫ് ഗോഡ്, ദൈവശക്തി അവിടെ വ്യാപരിക്കണം. അപ്പം ദൈവശക്തിയാണ്. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം കൂടെ വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഞാൻ യഹോവയാകുന്നു, ഉദ്ധരിച്ച് വിടുവിച്ച് വിടുവിക്കും. ഞാൻ നിങ്ങളെ ഉദ്ധരിച്ച് വിടുവിച്ച് വീണ്ടെടുത്ത്. 3 പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഐ വിൽ റെഡീം യു, അല്ലേ? ഞാൻ നിങ്ങളെ 6-ന്റെ 6 and 6 ഒന്നുകൂടെ വായിച്ചോ. ഈ വാക്യങ്ങൾ ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതാ. എൻ്റെ പ്രസംഗത്തെക്കാൾ വാക്യങ്ങളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ കയറേണ്ടത്. 6-ന്റെ 6. അതുകൊണ്ട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഉദ്ധരിച്ച് വിടുവിക്കും, വീണ്ടെടുക്കും. ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. ഈ പദങ്ങളെല്ലാം പ്രസക്തമാണ്. ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു അല്ലെങ്കിൽ വീണ്ടെടുത്തു എന്നിങ്ങനെ പാസിംഗ് ആയിട്ട് പറഞ്ഞാൽ പോരാ. വെൻ ദ പവർ ഓഫ് ഗോഡ് കംസ്, ഹി വിൽ എന്തൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്? നിങ്ങളെ ഉദ്ധരിക്കും. താണ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. വാക്യം കിട്ടിയില്ലേ? പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പവർ വ്യാപരിക്കുന്ന 3 മേഖലകൾ എന്തൊക്കെയാണ്? ഉദ്ധരിക്കുക, വിടുവിക്കുക, വീണ്ടെടുക്കുക. ഈ 3 കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഉദ്ധരിക്കുന്നു, വിടുവിക്കുന്നു. ഇതിന് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഈ പദങ്ങളൊന്ന് പരിചയപ്പെടുക. ഗോഡ് ഡസ് 3 തിങ്സ് വെൻ ദ പവർ ഓഫ് ഗോഡ് കംസ് ഇൻ ടു യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഉദ്ധാരണമുണ്ട്. അതുകൊണ്ടാണ് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ അനാഥന്മാരെയും വിധവമാരെയും ന്യായപാലനം, ട്രാൻസ്ഫോംസ്, അവരെ ഉദ്ധരിക്കുകയാണ്. അവൻ ദരിദ്രനെ താഴെ നിന്ന് ഉയർത്തി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പോൾ സാമ്പത്തികമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആത്മീയ ദാരിദ്ര്യത്തിൽ കിടന്ന നമ്മെ ദൈവം എന്ത് ചെയ്തു? ഉദ്ധരിച്ചു. നമ്മെ ദൈവം അവിടുന്ന് വില കൊടുത്ത് വീണ്ടെടുത്തു.
തൻ്റെ രക്തം വിലയായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു. വിടുവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. ഇപ്പോൾ വിടുതൽ ശുശ്രൂഷ ഒരുപാട് നടക്കുന്ന സമയമാണ്. വിടുതൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വിടുവിക്കൂ എന്ന് പറഞ്ഞാൽ 20 പദങ്ങളുണ്ട് എബ്രായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ. വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യോഹന്നാൻ നമ്മളെ വിളിച്ചത് സർപ്പസന്തതികളെ എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മളെ ഒരു സർപ്പം ചുറ്റിയിരിക്കുകയായിരുന്നു വിചാരിക്കുക. ദൈവത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സർപ്പത്തെ കൊല്ലാനും മേല നമ്മളെ വിടുവിക്കുകയും വേണം. നമ്മളെ ഒരു സർപ്പം ചുറ്റിയിരിക്കുന്നു, വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിത്തൗട്ട് കില്ലിങ് ദ സ്നേക്ക്. കാരണം അതിനെ കൊല്ലാൻ സമയമായിട്ടില്ല. അതിനെ അവസാന ദിവസം മാത്രമേ എവിടെ ഇടാൻ പറ്റുള്ളൂ? തീക്കകത്ത് മഹാസർപ്പത്തെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുറ്റലിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യണം? വിടുവിക്കണം. എങ്ങനെ വിടുവിക്കും? വിത്തൗട്ട് കില്ലിങ് ദ സ്നേക്ക്. കൊന്നിട്ടാണെങ്കിൽ നമുക്ക് കൊന്നാലും പ്രശ്നമാണ്. കൊന്നാൽ നമുക്കും അടി കിട്ടും. അപ്പം നമുക്കും പോറലേക്കാൻ പാടില്ല, ഈ സർപ്പത്തിനും പോറലേക്കാൻ പാടില്ലാതെ അതിൻ്റെ ഇടയ്ക്കും നമ്മളെ പൊക്കിയെടുക്കണം. ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ടാണ് നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിടുവിച്ചെടുത്തു. അവൻ നമ്മളെ ഉദ്ധരിച്ചു, അവൻ നമ്മെ വീണ്ടെടുത്തു. ഈ പദങ്ങളെല്ലാം നിങ്ങൾ പരിചയിക്കണം. ഉദ്ധരിച്ചു, വിടുവിച്ചു, വീണ്ടെടുത്തു. നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഒരു തുടക്കം മാത്രമാണല്ലോ. സോ ദ പവർ ഓഫ് ഗോഡ്. ന്യായപ്രമാണം കൊടുത്തപ്പോൾ എന്താണ് ദൈവം വെളിപ്പെടുത്തിയത്? ദ ഹോളിനെസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാന്നാണ് വിചാരിച്ചത്? നമുക്ക് തോന്നിയതുപോലെ സ്വാതന്ത്ര്യത്തോടെ ഒക്കെ അങ്ങ് ആരാധിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ പേക്കൂത്തൊന്നും കാണിക്കാൻ ദൈവം അത്ര അശുദ്ധനും അത്ര ഓർഡർ ഇല്ലാത്തവനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ദ ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ന്യായപ്രമാണത്തിനകത്ത്. നമ്മുടെ അശുദ്ധിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും. നോട്ടിനകത്തോണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ദ പവർ ഓഫ് ഗോഡ്, ദ ഹോളിനെസ് ഓഫ് ഗോഡ്, ആൻഡ് ഇൻ ടാബർനാക്കിൾ ദ വിസ്ഡം ഓഫ് ഗോഡ്. എന്തിനാണ് ഒരു ടാബർനാക്കിൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിസ്ഡം. നമുക്ക് ദൈവത്തെ മീറ്റ് ചെയ്യാൻ, ദൈവത്തിന് നമ്മളെ മീറ്റ് ചെയ്യാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഗോഡ്സ് വിസ്ഡം ഈസ് വർക്കിംഗ് ഇൻ സച്ച് എ വേ ദാറ്റ് ഗോഡ് ഈസ് പ്രൊവൈഡിങ് എവറിഥിങ് ബ്യൂട്ടിഫുള്ളി. ഏറ്റവും മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുക. അപ്പോൾ ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് വിശുദ്ധിയുണ്ട്, ദൈവത്തിന് ജ്ഞാനമുണ്ട്. ദൈവത്തിന് എന്തൊക്കെയുണ്ട്? വേറെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട 3 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ. ദൈവത്തിന് എന്തൊക്കെയുണ്ട്? ശക്തിയുണ്ട്, വിശുദ്ധിയുണ്ട്. സമ്മതിച്ചല്ലോ? ഇത് 3 ഉണ്ടോ? ഇത് 3 ഈ 3 ഭാഗത്തും ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ ജ്ഞാനം. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം വ്യാപരിച്ചപ്പോൾ, വെൻ ദ പവർ ഓഫ് ഗോഡ് കെയിം, ദൈവം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഹി ബ്രോട്ട് us into ന്യൂ ലൈഫ്. നമ്മെ പുതിയ ജീവനിലേക്ക് ദൈവം കൊണ്ടുവന്നു. പഴയ അടിമത്ത ജീവിതത്തിൽ നിന്നും, പഴയതായിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും, ജോലിയുടെ ഭാരത്തിൽ നിന്നും ഒക്കെ വിടുവിച്ച് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം ഇപ്പോൾ ഇനി ഇഷ്ടിക ഉണ്ടാക്കണ്ട. ഇതുവരെ നമ്മുടെ ചിന്ത മുഴുവൻ ഇഷ്ടിക, ആദ്യത്തെ യൂണിയൻ ഇഷ്ടിക തൊഴിലാളി യൂണിയനായിരുന്നെന്ന് ഞാൻ പറയും. ഇനി യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഇനി ഇഷ്ടിക ഉണ്ടാക്കണ്ട. മുതലാളിയുടെ ഭീഷണിയൊന്നും നമുക്കിനി പ്രശ്നമല്ല. കാരണം മുതലാളി ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കി, ഇനി നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല. അപ്പോൾ അവർ രാത്രിയും പകലും ഒക്കെ ഈ വൈക്കോലിനെക്കുറിച്ചും ഇഷ്ടികയെക്കുറിച്ചും കണക്ക് തയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വറീഡായിരുന്നു. ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട. സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിയുന്നു, അല്ലേ? കാടപ്പക്ഷി വരുന്നു, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, അഗ്നിസ്തംഭമുണ്ട്, ഇറ്റ്സ് എ ന്യൂ ലൈഫ്, വണ്ടർഫുൾ ലൈഫ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം വണ്ടർഫുൾ ആണോ എന്ന്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ആസ് എ വണ്ടർഫുൾ തിങ്, അല്ലേ? ഇറ്റ് ഓൾ. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പിറുപിറുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞു, ഈ ബൈബിൾ ക്ലാസ് കൊണ്ട് ഞങ്ങൾ മടുത്തു. ഈ നിസ്സാരമായ മന്ന, മറ്റേടത്താണെങ്കിൽ വെടിക്കെട്ടുണ്ടായിരുന്നു, മിമിക്സ് പരേഡ് ഉണ്ടായിരുന്നു, പെരുന്നാളുണ്ടായിരുന്നു, ഇവിടെ ഒന്നുമില്ല. ഉപവാസ പ്രാർത്ഥനയും പാട്ടും പ്രാർത്ഥനയും ബൈബിൾ ക്ലാസ്സും നേതൃത്വ പരിശീലനവും ഞങ്ങൾ മടുത്തു. വെറൈറ്റി, ബട്ട് ദർ ഈസ് എ ബ്യൂട്ടിഫുൾ തിങ് ഇൻ ഇറ്റ്. മനസ്സിലായി? അതാണ് ഒരു ന്യൂ ലൈഫാണിത്. ഇത് പഴയ ഈ ലോകത്തിൻ്റെ പരിപാടികളൊന്നുമല്ല. നമ്മൾ കഴിക്കുന്നത് ശക്തന്മാരുടെ ആഹാരമാണ്. അതുകൊണ്ട് നമ്മളെ അവൻ പോഷിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്നൊക്കെ ദൈവം നമ്മളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഹൃദയത്തെ താഴ്ത്താൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അറിയുവാൻ. യു ആർ ബ്രോട്ട് ഇൻ ടു എ ന്യൂ ലൈഫ്. മറ്റേ ന്യായപ്രമാണം തന്നപ്പോൾ യു ആർ ബ്രോട്ട് അണ്ടർ ലോ. നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രമാണവും ഇല്ലായിരുന്നു. ഫറവോനായിരുന്നു നിങ്ങളുടെ പ്രമാണം. നൗ ഗോഡ്സ് ലോസ്. ദൈവത്തിൻ്റെ നിയമങ്ങളാണ് നമ്മെ ഇപ്പോൾ ഭരിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്നത്. 3-ാമത്തെ ഭാഗത്ത് സമാഗമന കൂടാരത്തിലേക്ക് നോക്കിയാൽ, യു ആർ ബ്രോട്ട് ഇൻ ടു ന്യൂ ലവ് ആൻഡ് ഫെലോഷിപ്പ്. നമുക്ക് ദൈവത്തോടൊരു പുതിയ കൂട്ടായ്മ, പുതിയൊരു സ്നേഹം. പഴയ തരത്തിലല്ല,
പുതിയ തരത്തിൽ ദൈവത്തോട് ബന്ധപ്പെടാൻ. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, ദൈവം നമ്മളെ വിടുവിച്ചപ്പോൾ നമുക്ക് ദൈവശക്തി കാണാനിടയായി. നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വി ആർ ഇൻ ലിബർട്ടി. ഇതുവരെ നിങ്ങൾ അടിമത്തത്തിലായിരുന്നു, ഇപ്പോൾ സ്വാതന്ത്ര്യം, ലിബർട്ടി, ഫ്രീഡം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പക്ഷേ ഫ്രീഡം ആൻഡ് ലിബർട്ടി ബ്രിങ്സ് വിത്ത് ഇറ്റ് റെസ്പോൺസിബിലിറ്റി. അതാണ് ന്യായപ്രമാണത്തിൽ കാണേണ്ടത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയതോടെ ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ദാറ്റ് ബ്രിങ്സ് ന്യൂ റെസ്പോൺസിബിലിറ്റി. കാരണം ഇതുവരെ സായിപ്പ് നോക്കിക്കോളായിരുന്നു കാര്യമൊക്കെ. ഇനിയിപ്പോൾ ആര് നോക്കണം? നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സായിപ്പിനോട് പറഞ്ഞു, ചരിത്രം അറിയാമെങ്കിൽ കുറച്ച് നാളും കൂടി നിൽക്കണം, പോകരുത്, ഞങ്ങളൊരു ഭരണഘടനയൊക്കെ ഒന്ന് എഴുതിക്കോട്ടെ, ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തിക്കോട്ടെ, ഞങ്ങളൊരു പ്രസിഡൻറ്റിനെ ആക്കിക്കോട്ടെ. ഇല്ലേ, ചരിത്രം പഠിച്ച ഓർമ്മയുണ്ടോ പണ്ടങ്ങാണ്ട് സ്കൂളിൽ? അപ്പോൾ അതൊന്ന് ഓർത്താൽ അതൊക്കെ ക്രമീകരിക്കുന്നവരെ പ്ലീസ് മൗണ്ട് ബാറ്റൻ പ്ലീസ് സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞ് അങ്ങേരെ പിടിച്ചു നിർത്തി. നമ്മൾ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വി ടുക്ക് ഓവർ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15-ാം തീയതിയും ജനുവരി 26-ാം തീയതിയും 2 സ്വാതന്ത്ര്യദിനവും 2 കൊടി ഉയർത്തലും. എന്തിനാ ഈ സ്വാതന്ത്ര്യദിനത്തിലെല്ലാം സ്വതന്ത്രമായി എല്ലാം റെഡിയായില്ലേ? ഈ സ്കൂളിലാരെങ്കിലും പിള്ളേർ മക്കളോ എന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞു കൊടുക്കണം, എന്താ ഈ 2 പതാക ഉയർത്തുന്നതെന്ന്. 15-ാം തീയതി മാത്രം ഉയർത്തിയാൽ പോരെ, അന്ന് നമ്മൾ സ്വതന്ത്രരായില്ലേ. 26-ാം തീയതിയാണ് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്. ഇസ്ന്റ് ഇറ്റ്? നമ്മൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ഇനി ഞങ്ങളുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്ത്. സോ റിപ്പബ്ലിക് ഈസ് എ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് വെർ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പരിപാടി നമ്മൾ നടപ്പിലാക്കിയത് ജനുവരി 26-ാം തീയതിയാണ്. അതിന് ചില വർഷങ്ങളൊക്കെ എടുത്തു. എന്ന് പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ തോന്നിയ പോലെ ജീവിക്കാൻ ഒക്കുകയല്ല. യു ആർ അണ്ടർ റെസ്പോൺസിബിലിറ്റി, യു ആർ അണ്ടർ ലോ. പ്രമാണങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഇല്ലേ? നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ സ്വതന്ത്ര ഇന്ത്യയിലാണ്, എനിക്കിഷ്ടമുള്ളിടത്തോടെ നടക്കും, വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ വിവരം അറിയും. ട്രാഫിക് പോലീസ് വന്ന് അപ്പോഴേ പൊക്കിക്കൊണ്ട് പോകും. വൈ? ബിക്കോസ് യു ആർ സപ്പോസ് ടു ബിഹേവ് ഇൻ എ റെസ്പോൺസിബിൾ മാനർ. പക്ഷേ സഭയിൽ നമുക്ക് എന്തും ആകാം. സഭയിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് വിഷമമുണ്ടായാൽ അപ്പോൾ അത് പൊളിക്കുക, അടുത്തത് തുടങ്ങുക, പാസ്റ്ററെ എതിർക്കുക, മറ്റേയാളെ അടിച്ചു താത്തുക. നോ, ദർ ആർ ലോസ് ആൻഡ് റെഗുലേഷൻസ്, ദർ ആർ റെസ്പോൺസിബിലിറ്റീസ്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയാൻ ഈ പുസ്തകം പഠിക്കണം. എഗെയിൻ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്ത് ടാബർനാക്കിളിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ ദൈവം തരുന്ന അവസരം എന്ന് പറയുന്നത് ഒരു വലിയ പദവിയാണ്, അല്ലേ? ദൈവത്തെ ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ ഇടപെടാത്ത ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഒരു വലിയ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചത് ഓർത്താൽ എത്ര വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളുടെ വിശദാംശമാണ് നമുക്ക് ഇനിയത്തെ ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളത്. എക്സഡസ്, ലോ, ടാബർനാക്കിൾ 1 മുതൽ 18 വരെ പുറപ്പാട്, 19 മുതൽ 24 വരെ ന്യായപ്രമാണം, 25 മുതൽ 40 വരെ സമാഗമന കൂടാരം. നമ്മൾ എക്സഡസിൽ 3 കാര്യങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ശക്തി, അല്ലേ? ദൈവത്തിൻ്റെ പുതിയ ജീവൻ, ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യം. ന്യായപ്രമാണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവം നമുക്ക് തന്ന പ്രമാണങ്ങൾ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. അതുകൊണ്ടാണ് നിങ്ങൾ ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പനകൾ നോക്കിയാൽ ദൈവത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും 4ഉം 6ഉം 4+6 ആണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ 4ഉം മനുഷ്യരോടുള്ള ബന്ധത്തിൽ 6ഉം. പ്രമാണങ്ങളൊക്കെ വീട്ടിൽ പോയെന്ന് പഠിച്ചു നോക്കുക. അവർ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മാൻ. ദൈവത്തോടുള്ള ബന്ധത്തിൽ അന്യദൈവം ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്. ഓർമ്മയില്ല ഒന്നും, കൽപ്പനയൊന്നും ഓർമ്മയില്ല. അന്നൊന്നും ഓർത്ത് നോക്കിയാൽ മതി. എൻ്റെ നാമം വൃഥാവ് ഉപയോഗിക്കരുത്, ശബത്തിനെ ബഹുമാനി. ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒന്നും നിങ്ങൾ വിചാരിച്ചാലും മോഷ്ടിക്കാൻ ഒക്കുകയല്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങളുടെ മോഹങ്ങളൊന്നും കൊണ്ട് ചെല്ലാനും ഒക്കുകയല്ല. ഇതൊക്കെ ആരുടെ കാര്യമാണ്? മനുഷ്യരോ. സോ ടുവേർഡ്സ് മാൻ ആൻഡ് ടുവേർഡ്സ് ഗോഡ് യു ഹാവ് ന്യൂ റെസ്പോൺസിബിലിറ്റീസ്. മനുഷ്യരോടും ദൈവത്തോടും നമുക്ക് പുതിയ അതുകൊണ്ടാണ് പൗലോസൊക്കെ പറഞ്ഞത്, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും ഇന്നോളം കുറ്റമില്ലാത്ത മനസാക്ഷിയുണ്ടെന്ന്. ഐ എം കറക്റ്റ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് ടുവേർഡ്സ് മാൻ. അപ്പോൾ ആ ഒരു കാര്യമാണ് ലോയിൽ കൂടി ദ്യോതിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. സമാഗമന കൂടാരത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം വ്യാപരിക്കുന്നു, ദൈവം നമ്മെ ഒരു പുതിയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു വലിയ പദവിയാണ്. അപ്പോൾ ഈ പദവിയിലേക്ക്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് ദൈവം നമ്മളെ വിടുവിച്ച്, ഉദ്ധരിച്ച്, വീണ്ടെടുത്ത് കൊണ്ടുവന്നതോർത്ത് നമുക്ക് ദൈവത്തിനൊരു നന്ദിയും സ്തോത്രമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നിങ്ങൾ പുറപ്പാട് പുസ്തകം ഒരു പ്രാവശ്യം കൂടെ വായിക്കുക.
അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുറപ്പാട് വിശദമായിട്ട് പഠിക്കും, കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കും. പുസ്തകം തീർന്നില്ല, ആരും വിഷമിക്കേണ്ട, ഇൻട്രഡക്ഷൻ ആയിരുന്നു. അപ്പം പുറപ്പാട് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കും. പിന്നെ ന്യായപ്രമാണത്തെക്കുറിച്ച് അതിലും വിശദമായിട്ട് പറയേണ്ടതുണ്ട്. കാരണം ന്യായപ്രമാണം വല്ലാത്ത കുഴപ്പക്കാരനാണ്, അല്ലേ? എല്ലാവർക്കും വലിയ പ്രശ്നമാണ്. സോ വി വിൽ ബി ഡീലിംഗ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ന്യായപ്രമാണം. ആൻഡ് ഓൾസോ I'll be teaching you about the tabernacle with, I'll be giving you the picture of the tabernacle and all those things. അപ്പോൾ കുറേ കൂടെ ടാബർനാക്കിളിനെ നമുക്ക് പരിചയിക്കാൻ പറ്റും. അങ്ങനെ ഈ പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെ ഇതിനായൊക്കെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പിന്നെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതുവരെയും ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുവാനും പുറപ്പാട് പുസ്തകത്തിൽ കർത്താവിനെ ഞങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിച്ച് നിൻ്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് തന്ന് നിൻ്റെ കൂട്ടായ്മയിലേക്ക് സമാഗമന കൂടാരത്തിലേക്ക് കർത്താവെ ആ വിശുദ്ധ അന്തർമന്ദിരത്തിൽ നീ വെളിപ്പെടുന്ന സ്ഥലത്തേക്ക് അടുത്തു വന്ന് കൃപാസനത്തിൻ്റെ അടുക്കലിരുന്ന് നിന്നോട് ബന്ധപ്പെടുവാനൊക്കെയുള്ള വലിയ പദവിയിലേക്ക് ഞങ്ങളെ വിളിച്ചതിനെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചതിനായി, ഞങ്ങളെ പഠിപ്പിച്ചതിനായി ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ നിൻ്റെ കൃപകൾ വ്യാപരിക്കുവാൻ നീ ശക്തനായ ദൈവമാണ്, നീ വിശുദ്ധിയുള്ള ദൈവമാണ്, നീ ജ്ഞാനമുള്ള ദൈവമാണ്. നിൻ്റെ ജ്ഞാനത്തിനും കർത്താവെ ശക്തിക്കും അന്തമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഓർക്കുവാനും ആ വ്യാപാരത്തിൻ്റെ കീഴിലായിരിക്കാനും തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.